പാഠം 504 ഒരു പ്രവചനത്തിന്റെ കഥ. ഈശ്വര, ഇന്ന് വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയാണ്. പുതിയ ഓഫീസിൽ എല്ലാം നന്നായി വരാൻ നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും. പഴയ കെട്ടിടത്തിന്റെ ദോഷം കൊണ്ടാണോ എന്റെ പ്രമോഷൻ വൈകുന്നതെന്ന് എനിക്ക് സംശയമില്ലാതില്ല. എന്തായാലും പുതിയ ഓഫീസിലെ ദോഷങ്ങൾ നോക്കാൻ ഇന്ന് രാമപ്പണിക്കർ വരുന്നുണ്ട്. രാമപ്പണിക്കർ മാത്രം വിചാരിച്ചാലൊന്നും നടക്കില്ല. നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം. ഇനിയെങ്കിലും എന്റെ പ്രമോഷൻ വഹിക്കാതിരിക്കാൻ നിങ്ങൾ വിചാരിച്ച് നടക്കും. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. ആഹാ, ശശാങ്ക, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞങ്ങൾ ഓഫീസ് മാറുകയാണ്. വേറൊന്നും കൊണ്ടല്ല, വാടക കെട്ടിടത്തിലായിരുന്നല്ലോ നേരത്തെ. അതിന്റെ ഉടമസ്ഥനുമായി ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഇപ്പോ പുതിയൊരു കെട്ടിടം സൗകര്യത്തിന് കിട്ടിയ നിലയ്ക്ക് അങ്ങോട്ട് മാറാമെന്ന് സർക്കാർ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. അതെ, ഇന്നു മുതൽ പുതിയ കെട്ടിടത്തിൽ. പറഞ്ഞു വരുമ്പോ പഴയ കെട്ടിടത്തേക്കാൾ സൗകര്യമുണ്ട്. അതാണല്ലോ പ്രധാനം. ശശാങ്കൻ സമയം പോലെ അതുവഴിക്ക് വാ. ആ, ശരി. ഭയങ്കര പ്രാർത്ഥനയായിരുന്നല്ലോ. ആപ്പീസ് മാറുന്ന പ്രമാണിച്ചുള്ള പരിപാടിയായിരുന്നോ? ആണല്ലോ. കഴിഞ്ഞ 4-5 വർഷമായി ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആപ്പീസ് മാറി പുതിയ കെട്ടിടത്തിലേക്ക് പോകുമ്പോ ശരിക്കും പ്രാർത്ഥിക്കാതെ പറ്റുമോ? ഇതിനുള്ള മറുപടി ഞാൻ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണല്ലോ. എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം മാറുന്നു എന്ന ഒറ്റ കാരണത്താൽ ഒരുപാട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയും. ജനങ്ങളുടെ കാര്യങ്ങൾ നടത്താനായി സർക്കാർ ഒരു ഓഫീസ് തുടങ്ങുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പ്രധാനം, അല്ലാതെ ആഫീസിന്റെ കെട്ടിടമല്ല. വില്ലേജ് ഓഫീസ് ഏത് കെട്ടിടത്തിലായിരുന്നു? ഇത് നിന്റെ വിവരക്കേട്. നമ്മൾ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന കെട്ടിടത്തിനും നമ്മുടെ ഭാവി വളരെയധികം ബന്ധമുണ്ട്. നീ ഈ വാസ്തുശാസ്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? വാസ്തുശാസ്ത്രം അനുസരിച്ച് പണിത കെട്ടിടത്തിൽ താമസിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ ആരോഗ്യവും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് പ്രമാണം. എനിക്ക് ഈ വിഷയത്തിൽ മോഹനേട്ടന്റെ അത്ര അറിവില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഒരാളുടെ ഭാവിയും തൊഴിലിലെ അഭിവൃദ്ധിയും അയാളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. മോഹനേട്ടൻ രാവിലെ നടക്കാൻ പോകുന്നു, വൃത്തിയുള്ള ആഹാരം കഴിക്കുന്നു, മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാതിരിക്കുന്നു. സ്വാഭാവികമായും മോഹനേട്ടന് രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതല്ലാതെ 24 മണിക്കൂറും കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ച് കിട്ടുന്നതെല്ലാം വാരി വലിച്ചു തിന്ന് ശരീരം അനങ്ങി ഒരു ജോലിയും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഏത് വാസ്തുശാസ്ത്രം അനുസരിച്ച് പണിത് വീട്ടിൽ താമസിക്കുന്ന ആളായാലും ആയുസ് താഴ്ന്നെത്തിപ്പോവും. ആരോഗ്യപരമായ ചുറ്റുപാടുകൾ പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് വാസ്തുശാസ്ത്രം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ പണിയുന്നത് കിഴക്കോട്ട് ദർശനമാക്കിയിട്ടാണ്. എന്തുകൊണ്ടാണ്? സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് നിന്നായതുകൊണ്ട് സൂര്യനിൽ നിന്നുള്ള ഊർജം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണത്. ഉച്ചയാകുമ്പോഴേക്കും സൂര്യൻ തലയ്ക്കും ഇതേയും, ഉച്ച കഴിയുമ്പോഴേക്കും സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തും ആവില്ലേ? അപ്പോഴെന്താ ആ സമയത്ത് ഊർജം വേണ്ടേ? രാവിലെ ഉണരുമ്പോഴാണല്ലോ നമുക്ക് സൂര്യനെ കാണേണ്ടത്. അതിന് വീട് കിഴക്കോട്ട് തിരിച്ചു വെക്കുന്ന എന്തിനാണ്? പടിഞ്ഞാറ് ദർശനമായി വീട് വെച്ചിട്ട് വീടിന്റെ പുറകുവശത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിലും കാണാലോ. സൂര്യനെ കണ്ടാ പോരെ? വീടിന്റെ മുൻവശത്ത് തന്നെ നിന്ന് കാണുന്ന എന്താണ് നിർബന്ധം? മോഹനേട്ടാ, വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് വെയിലും മഴയും ഒന്നും കൊള്ളാതെ സ്വസ്ഥമായിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിന് മനുഷ്യന്റെ ഭാവി തീരുമാനിക്കാൻ പറ്റില്ല.
നമ്മുടെ ഭാവി നമ്മുടെ അധ്വാനം കൊണ്ടും പെരുമാറ്റം കൊണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ ഉത്തമൻ വന്നിട്ടുണ്ട്, ചെല്ലേ. ഉത്തമനാകുമ്പോ ഇത്തരം ശാസ്ത്രങ്ങൾക്ക് ഒരുപാട് താല്പര്യം ഉണ്ടാവും. നമസ്കാരം സാറേ, ഞാൻ താമസിച്ചില്ലല്ലോ. കുറച്ച് താമസിച്ചു. കൃത്യം 9 മണിക്ക് വരാമെന്നാണ് ഉത്തമൻ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോ 9:05. 5 മിനിറ്റ് കാര്യമായിരുന്നാലും വൈകും സാറേ. ഞാൻ വൈകില്ല. സാറ് പറഞ്ഞതുപോലെ ഞാൻ രാമപണിക്കരെ പോയി കണ്ടായിരുന്നു. പുള്ളി ഭയങ്കര തിരക്കിലായിരുന്നു. ഇന്ന് വരാൻ പറ്റില്ല. ഇന്ന് വരാൻ പറ്റില്ലേ? അല്ല അതങ്ങനെ സാറേ, ഞാൻ മുഴുവൻ പറഞ്ഞോട്ട്. രാമപ്പണിക്കര് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, രാമപ്പണിക്കരെ ഇത് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണ സാറിന്റെ കാര്യമാണ്. മോഹനകൃഷ്ണ സാർ ഒരു കാര്യത്തിന് വിളിച്ചാൽ വെറും കൈയോടെ വിടില്ല എന്നറിയാമല്ലോ എന്നും പറഞ്ഞു. പണിക്കർക്ക് അതറിയാം. ഈ വീടിന്റെ വാസ്തു നോക്കാൻ വന്ന ദിവസം 150 രൂപയാണ് ഞാൻ പണിക്കർക്ക് കൊടുത്തത്. പിന്നെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ പണിക്കര് വരാന്ന് സംഭവിച്ചു. പിന്നെ പണിക്കര് വന്ന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ടേ സാർ ആഫീസിൽ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യൂ എന്ന് കൂടി ഞാൻ പറഞ്ഞതോടെ പണിക്കർക്ക് സമ്മതിക്കുക അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അപ്പൊ പുതിയ ആഫീസിന്റെ ദോഷങ്ങൾ നോക്കാൻ പണിക്കര് വരുന്നുണ്ട്. കൊള്ളാം. 2014 ആണ്ടിൽ കേരളത്തിലെ ഒരു സർക്കാർ ഓഫീസിൽ നടക്കേണ്ടത് ഇത് തന്നെയാണ്. ഉത്തമ, ഒരാൾ താമസിക്കുന്ന വീടും അയാളുടെ ഭാവിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് ഭാവ പറയുന്നത്. ഉത്തമൻ എന്ത് പറയുന്നു? അല്ല, അതിപ്പോ വീടും ഒരാളുടെ ഭാവിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് വയ്ക്കില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുത്തമ. പിന്നെ നമ്മുടെ കുന്നുംപുറത്തെ ശേഖരൻകുട്ടിയെ ഒരു വലിയ വീട് വെച്ചു. നാട്ടുകാരെ കാണിക്കാനായി ആഡംബര വീട് വെച്ച് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ശേഖരൻകുട്ടി ഇത് പ്രശ്നമാവും എന്ന്. പക്ഷെ ശേഖരൻകുട്ടി കേട്ടില്ല. ഒടുവിൽ വീട് പണി തീർന്നപ്പോഴ് കടം കയറി നശിച്ച് അവസാനം വീട് വരെ വെക്കേണ്ടി വന്നു. ഇപ്പൊ കിടക്കണതേ വാടക വീട്ടില്. അതെ, താമസിച്ച വീട്ടിന്റെ ദോഷമല്ലാതെ വേറെ എന്തോന്നാണ്? അതെങ്ങനെ വീടിന്റെ ദോഷമാകും? ഇല്ലാത്ത കാശ് കൊണ്ട് വീട് വെക്കാൻ നോക്കിയ ഗോവിന്ദൻകുട്ടിയുടെ കുഴപ്പമില്ല അത്. അത് പോട്ടെ, ആ വീട് വാസ്തു നോക്കിയല്ലേ വെച്ചത്? വാസ്തു നോക്കി തന്നെ വെച്ചത്. കോഴിക്കോട്ടുള്ള എണ്ണം പറഞ്ഞ ജോത്സ്യനെ കൊണ്ടുവന്നിട്ടാണ് എല്ലാം നോക്കിച്ചത്. എന്നിട്ടും ഗോവിന്ദൻകുട്ടി പെരുവഴിയിലായി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാസ്തു നോക്കി വീട് വെച്ചാൽ പോരാ, കയ്യിലിരിപ്പ് നന്നാവണമെന്ന്. പിന്നെ സാറേ, സമയം നോക്കിയപ്പോഴേ ഇന്ന് രാവിലെ 10:10 10:20 ഇടയിലുള്ള സമയം ഈ മാസത്തെ ഏറ്റവും നല്ല സമയമായിട്ട് കണ്ടു. ആ സമയത്ത് ആഫീസിലെ ജോലികൾ തുടങ്ങിയാൽ മതിയെന്നാണ് പണിക്കര് പറയുന്നത്. സത്യം പറഞ്ഞ ആ സമയത്ത് ഏതോ കല്യാണ നിശ്ചയത്തിന് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു പണിക്കര്. അല്ല, ഈ കല്യാണം എന്ന് പറയുന്നത് 2 പേർ മാത്രം ഇടപെടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസാണ്. അതുകൊണ്ട് പണിക്കരോട് കൃത്യം 10:10 വരാൻ പറയണം. സാറേ, പണിക്കർ 9:50 എത്തും. അവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം 10:10 10:20 ഇടയ്ക്ക് ആഫീസിലെ ജോലികളൊക്കെ തുടങ്ങാമെന്നാണ് പണിക്കർ എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ സാറ് ജോലി തുടങ്ങുന്ന സമയത്ത് പണിക്കർ അവിടെ കാണുകയും ചെയ്യും. അത് മതി. എന്റെ പ്രമോഷൻ ഇത്രയും വൈകാൻ കാരണം പഴയ ഓഫീസിന്റെ ദോഷമാണല്ലോ. ഇത്തവണ അതുണ്ടാവും. അതേ ഉള്ളു എനിക്ക്. അപ്പൊ സാറേ, പുതിയ ഓഫീസിന് എന്റെ എല്ലാവിധ ആശംസകളും. പിന്നെ എനിക്ക് ഇന്ന് രാവിലെ അല്ലറ ചില്ലറ തിരക്കുകളുള്ളതുകൊണ്ട് ഓഫീസിലോട്ട് വരാനും പറ്റൂല. എന്ത് പരിപാടി? അല്ല, നമ്മുടെ പുഷ്കരൻ വാങ്ങിച്ച ഭൂമിയുടെ ആധാരം ഇന്നാണ്. പുഷ്കരനും മോനയുടെ സാറിനെ പോലെ തന്നെയാണ്. അതെ, 10:10 10:20 ശുഭമുഹൂർത്തത്തിൽ തന്നെ ആധാരം എഴുതണമെന്ന് പുഷ്കരന് ഒരേ നിർബന്ധം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാറേ? ശരി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ. കൊള്ളാം. വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിൽ തുടങ്ങുന്നതിന് മുന്നേ വില്ലേജ് ഓഫീസറുടെ വക വാസ്തു പരിശോധന. കേരള സർക്കാർ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. ഇത് മനസ്സിലായില്ലേ?
ഒരു സർക്കാർ ഓഫീസിലും മതപരമോ ഈശ്വരവിശ്വാസവുമായി ബന്ധപ്പെട്ടതോ ആയ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് 100% മതേതരത്വം അടിസ്ഥാന പ്രമാണമാക്കിയ ഒരു രാജ്യത്താണ്. ഞാൻ അവിടെ ഒരു മതപരമായ ചടങ്ങും നടത്തുന്നില്ല. നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യൻ വില്ലേജ് ഓഫീസിൽ വരുന്നു എന്നുള്ളത് ഒരു സർക്കാർ ചട്ടങ്ങളുടെയും ലംഘനമല്ല. പക്ഷെ വരുന്നത് എന്തിനാണ്? സർക്കാർ ഉത്തമ ബോധത്തോടെ വാടകയ്ക്കെടുത്ത ഒരു കെട്ടിടം വാസ്തുശാസ്ത്രപരമായിട്ടാണോ പണിതിരിക്കുന്നത് എന്ന് നോക്കാൻ. രാമപ്പണിക്കർ നോക്കിക്കഴിയുമ്പോ വാസ്തു അനുസരിച്ചല്ല പണിതത് എന്ന് മനസ്സിലായാലും ആഫീസ് അവിടുന്ന് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വാസ്തു തെറ്റിപ്പണിത കെട്ടിടത്തിൽ ജോലി ചെയ്യുമ്പോഴുണ്ടാവുന്ന ദോഷങ്ങൾ നേരിടാൻ പൂജ. അതല്ലേ സാറിന്റെ മനസ്സിലിരിപ്പ്? അമ്മേ, നമ്മൾ ഈ വീട്ടിലേക്ക് താമസം മാറുന്നതിന് മുമ്പും രാമപ്പണിക്കരെ ഞാൻ ഈ വീട് കൊണ്ട് കാണിച്ചിരുന്നു. ഇവിടെ താമസിച്ചാൽ ഒരു ദോഷവുമില്ല എന്ന് അന്ന് പണിക്കർ പറഞ്ഞത് ഇപ്പൊ ശരിയായില്ലേ? ആർക്കറിയാം? ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണിക്കർ പറഞ്ഞത് തെറ്റാണെന്ന് സമ്മതിക്കാമോ? ഓ, അപ്പൊ എന്നെയും രാമപ്പണിക്കരെയും തോൽപ്പിക്കാനായി മനഃപൂർവ്വം അപകടം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് നീ? ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല മോഹനേട്ടാ. ഇക്കാലത്ത് ഇതൊക്കെ ഇങ്ങനെ നോക്കാനുണ്ടോ? വില്ലേജ് ഓഫീസ് പോട്ടെ, ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ വാസ്തു നോക്കിയിട്ടാണോ പണിതിരിക്കുന്നത്? അമേരിക്കയുടെ വൈറ്റ് ഹൗസ് പണിതപ്പോ ആരാണ് വാസ്തു നോക്കിയത്? ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന ഒരു ആഫീസ്. ആ ആഫീസിൽ വരുന്നവരോട് മാന്യമായി പെരുമാറി അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്താൽ പിന്നെ എന്ത് ദോഷം വരാനാണ്? അങ്ങനെ സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്ക് ഒരു ദോഷം വരാൻ ദൈവം സമ്മതിക്കുവോ? നീ എന്തു പറഞ്ഞാലും രാമപ്പണിക്കർ വന്ന് ആഫീസ് കണ്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ഞങ്ങൾ ജോലി തുടങ്ങൂ. അതിനാണ് 9:50 വരണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. പണിക്കർ ഉത്തമനോട് പറഞ്ഞത് അറിയാമോ? ഇന്ന് രാവിലെ 10:10-നും 10:20-നും ഇടയ്ക്കുള്ള സമയമാണ് ഈ മാസത്തെ ഏറ്റവും നല്ല സമയമെന്ന്. അങ്ങനെ ഒരു സമയത്ത് ജോലി ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു കാര്യമാണോ? കഷ്ടം. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് അധികം താമസിയാതെ മനസ്സിലാവും. സമയത്തിലും വാസ്തുവിലൊക്കെ കാര്യമുണ്ടെന്ന് അപ്പൊ നീയും സമ്മതിക്കും. ഓക്കേ? മണി 9:45. സാറെന്താ താമസിക്കുന്നത്? 9:30 കഴിയുമ്പോ വരുമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞതാ. സാറങ്ങനെ താമസിക്കുന്ന ആളല്ല, എന്തോ കാര്യമുണ്ട്. അകത്ത് കയറി പോകരുതെന്നാ ഉത്തരവ്. രാമപ്പണിക്കർ വന്ന് പ്രശ്നം വെച്ചതിന് ശേഷം അകത്ത് കയറിയാ മതിയെന്നു. ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല ശിശുപാലൻ ചേട്ടാ. സർക്കാർ ഓഫീസ് ആകുമ്പോ ഇടയ്ക്കിടയ്ക്ക് കെട്ടിടം മാറേണ്ടി വരും. അപ്പോഴൊക്കെ ജോത്സ്യനെ വിളിക്കാൻ തുടങ്ങിയാ പിന്നെ അതിനെ നേരം കാണും. സാറ് വരുന്നുണ്ടല്ലോ. എന്താ സാർ താമസിച്ചേ? വരുന്ന വഴിക്ക് അമ്പലത്തിലൊന്ന് കയറി. രാമപ്പണിക്കർ കൃത്യം 9:50-ന് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പിന്നെ അകത്തേക്ക് ഇരിക്കാനല്ലോ. ഇന്ന് രാവിലെ 10:10-നും 10:20-നും ഇടയ്ക്കുള്ള സമയമാണ് ഈ മാസത്തെ ഏറ്റവും ഉത്തമമായ സമയം. ആ സമയത്ത് മാത്രമേ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ സാർ? ഉണ്ടല്ലോ. ഭാവിയെ പറ്റി എന്തെങ്കിലും ഉത്കണ്ഠ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ നോക്കണം. ഇതൊന്നും നോക്കാത്തത് കൊണ്ടാണ് സ്വയംപ്രഭ ഇപ്പോഴും ക്ലാർക്കായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നമസ്കാരം പണിക്കരെ. നമസ്കാരം. കൃത്യസമയത്ത് തന്നെ വന്നു. ഞാൻ ഒരിടത്തും ഒരു നിമിഷം പോലും വൈകാറില്ല. ഇന്നൊരു കല്യാണ നിശ്ചയത്തിന് പോകാനുള്ളതാ. ഉത്തമം പറഞ്ഞായിരുന്നു. മോഹനകൃഷ്ണൻ ഒരു ആവശ്യം പറയുമ്പോ അത് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രമാ വന്നത്. അറിയാം, വരണം. വന്നോളൂ.
ഇത് കാഞ്ചന, നമസ്കാരം. സ്പെഷ്യൽ വില്ലേജ് ഓഫീസറാണ്. വിവാഹിതയാണല്ലേ? അയ്യോ, അതെങ്ങനെ അറിയാം? നെറ്റിയിൽ സിന്ദൂരം കിടക്കല്ലേ? ഇത് സ്വയംപ്രഭ. നമസ്കാരം. കല്യാണം കഴിഞ്ഞിട്ടില്ല, ആലോചനകൾ നടക്കുന്നു. അതെ. ഇത് ശിശുപാലൻ. നമസ്കാരം പണിക്കരെ. എനിക്കറിയാം, എല്ലാ ദിവസവും കാർത്തിക ബാറിൽ പോയി ഓരോ സ്മോൾ അടിക്കാറുണ്ടല്ലേ? കാണാറുണ്ട്. പണിക്കരം വരാറുണ്ടോ അവിടെ? ഞാൻ വരാറില്ല, പക്ഷെ തന്റെ മുഖത്തൊരു മദ്യപാനിയുടെ ലക്ഷണം. മോനേഷ്ണ, നമുക്ക് ആദ്യം അകത്തൊക്കെ ഒന്ന് നോക്കാം. ശരി. വന്നുടനെ നമുക്ക് ചെന്നു. പോയി. കൊള്ളാല്ലേ? അവിടെയാണ് സാധനം തോന്നുന്നു. ആ, താങ്കളുടെ ആസ്ഥാനം അവിടെയാണ്. വന്നാൽ നിശബ്ദം. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ സാർ? ആരെടുത്തതൊക്കെ പറയാനാ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുകയും മന്ത്രവാദം പൂജ പണിക്കർ, അദ്ദേഹം എന്താ പറ്റിയത്? പുറത്തേക്ക് വരും. ആ, മോനേഷ്ണ, ഈ കെട്ടിടം വേണ്ടായിരുന്നു. എന്ത് വെച്ച് പണിക്കരെ? ഈ കെട്ടിടത്തിന് വലിയ ദോഷങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എന്ത് ദോഷം? തൊഴിൽപരമായി പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ തന്നോടായതുകൊണ്ട് പറയാം, ജീവന് വരെ ഭീഷണിയുണ്ട്. അയ്യോ, കണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ ഇവിടെ ജോലി തുടങ്ങിയിട്ട് ഒന്നും പറ്റാതിരുന്നാൽ അതിനൊരു കാരണമേ ഉള്ളൂ. ഇന്ന് 10:10-നും 10:20-നും ഇടയ്ക്കുള്ള ഉത്തമമായ സമയത്ത് ജോലി തുടങ്ങുന്നത് കൊണ്ട് മാത്രം. അയ്യോ, 10:10 നമുക്ക് ജോലി തുടങ്ങിയാലോ? നിൽക്കൂ, ഞാൻ ഈ ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കിക്കാണട്ടെ. ഈ കെട്ടിടം പണിതിരിക്കുന്നതേ ശരിയല്ല. ഇങ്ങനെയല്ല കെട്ടിടം പണിയേണ്ടത്. മോഹനകൃഷ്ണ, വലിയൊരു അപകടം ഞാൻ തലയ്ക്ക് മുകളിൽ കാണുന്നു. അയ്യോ, ശിശുപാല, സ്വയംപ്രഭേ, കാഞ്ചനെ, പണിക്കരെ, അയ്യോ, പണിക്കരെ, 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 എന്താ സാറേ? വായിടും. പണിക്കരെ, പണിക്കരെ തന്നെ ഓടി വീണു. ബോധം പോയതാണോ അതോ കാറ്റ് പോയതാണോ? ആ, കൃത്യം 10:15 ഈ മാസത്തെ ഏറ്റവും നല്ല സമയം. ഹാമേ,
ആഫീസ് എങ്ങനെയുണ്ട് മോഹനേട്ടാ? പുതിയ ആഫീസ് എങ്ങനെ ഉണ്ടാവാൻ? നല്ല കെട്ടിടം, എല്ലാ സൗകര്യമുണ്ട്, അത്ര തന്നെ. ഉച്ചയ്ക്ക് ഞാൻ അതുവഴി ഒന്ന് വന്നാലോ എന്ന് ആലോചിച്ചതാണ്. മോഹനേട്ടന്റെ ആഫീസ് ഒന്ന് കണ്ടിരിക്കാലോ. അതെങ്ങനെയാ? പുതിയ ആഫീസിലേക്ക് മാറുമ്പോൾ സാധാരണ മനുഷ്യന്മാരെ ഭാര്യ കൂട്ടിട്ട് പോകും. മോഹനയുടെ മകൻ അങ്ങനെയല്ലല്ലോ. ഭാര്യയ്ക്ക് പകരം ജോൾസിനെ കൂട്ടി. പുതിയ കെട്ടിടം കണ്ടിട്ട് രാമപണിക്കർ എന്ത് പറഞ്ഞു? രാമപണിക്കർ എന്ത് പറയാൻ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? പിന്നെന്തിനാ പണിക്കരെ രാവിലെ തന്നെ എഴുന്നള്ളിച്ചോണ്ട് പോയത്? ഏതോ കല്യാണ നിശ്ചയത്തിന് പോകാനിരുന്ന പണിക്കരെ നിർബന്ധിച്ചല്ലേ മോഹനയുടെ വില്ലേ ആഫീസിൽ വരുത്തിയത്? പറ, പണിക്കരെന്ത് പറഞ്ഞു? എന്ത് പറയാനല്ലേ? തലയിൽ ഓട് വീണ് തല പൊട്ടി 6 സ്റ്റിച്ച് ഇട്ടത് ആശുപത്രിയിൽ കിടക്കുന്ന പണിക്കർക്ക് മിണ്ടാൻ പറ്റില്ലല്ലോ. ഞാനതങ്ങ് മറന്നുപോയി. ഒക്കെ ഞാൻ അറിഞ്ഞു മോഹനേട്ടാ. ഇനി ഒന്നും വിളിക്കാൻ നോക്കണ്ട. അപ്പോ പണിക്കര് വന്നപ്പോ തന്നെ പറഞ്ഞ കെട്ടിടത്തിന് ചില ദോഷങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന്. അത് ഇത്ര പെട്ടെന്ന് പരിക്കുന്നു വിചാരിച്ചു. അതല്ലല്ലോ സത്യം. ഈ പറഞ്ഞ ദോഷത്തെ പറ്റി അത്ര കൃത്യമായിട്ട് അറിയാമായിരുന്നെങ്കിൽ പണിക്കരെതിരാണ് ആ ഓടിനടി തന്നെ പോയി കൃത്യമായിട്ട് നിന്നത്. അതീന്ദ്ര ശക്തിയൊന്നുമില്ലാത്ത സാധാരണ മനുഷ്യന്മാര് എവിടെയെങ്കിലും ചെന്ന് നിൽക്കുന്നതിന് മുന്നേ മോളിലും ചുറ്റിലും എല്ലാം നോക്കും. ആ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പണിക്കര് മുകളിലേക്ക് നോക്കിയനെ ഇളകിരിക്കുന്ന ഓടും കണ്ടേനെ. പക്ഷേ ഭാവി പോലും പ്രവചിക്കുന്ന ദിവ്യന് തലയ്ക്ക് മുകളിൽ ഇളകിയിരിക്കുന്ന ഓട് ശ്രദ്ധിക്കാനും പറ്റിയില്ല, സ്വന്തം ഭാവി പ്രവചിക്കാനും പറ്റിയില്ല. ഇപ്പൊ ആർക്കും പറ്റാവുന്ന കാര്യമല്ലേ? എനിക്ക് പറ്റും, മോഹനേട്ടന് പറ്റും. പക്ഷേ ത്രികാലജ്ഞാനിയായ രാമപണിക്കർക്ക് പറ്റുന്നത് എങ്ങനെയാണ്? ശിശുപാലൻ ചേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് രാവിലെ 10:15 ദുരന്തമെന്ന്. ഈ മാസത്തെ ഏറ്റവും വിശേഷപ്പെട്ട സമയമാണ് 10:10 10:20 ഇടയിലുള്ളതെന്ന് ഈ രാമപ്പണിക്കർ തന്നെയല്ലേ പറഞ്ഞത്? സത്യത്തിൽ രാമപ്പണിക്കർക്ക് മോഹനേട്ടനെതിരെയും റവന്യൂ വകുപ്പിനെതിരെയും കേസ് കൊടുക്കാൻ വകുപ്പുണ്ട്. എന്ത് കേസ്? വേറൊരിടത്ത് പോകാനിടുന്ന രാമപ്പണിക്കരെ നിർബന്ധിച്ചു പിടിച്ചുകൊണ്ട് പോയത് ആരാ? മോഹനേട്ടനല്ലേ? പണിക്കരോടുള്ള വിരോധം തീർക്കാൻ മോഹനേട്ടൻ പണിക്കരെ ബലമായി വിളിച്ചുകൊണ്ടുപോയി ഇളകിയിരുന്ന ഓടിന്റെ അടിയിൽ പിടിച്ചു നിർത്തി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു കേസ്. വധശ്രമം. സർക്കാർ ഓഫീസിൽ ഓടി വീണ് പരിക്ക് പറ്റിയ നിലയ്ക്ക് സർക്കാരിനോട് നഷ്ടപരിഹാരം ചോദിച്ച് വേറൊരു കേസ് പോവാം. അങ്ങനെ കേസായിട്ടുണ്ടെങ്കിൽ പണിക്കരെന്തിന് വില്ലേജ് ഓഫീസിൽ വന്നു എന്നൊരു ചോദ്യം വരും. ആ സത്യം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ ജോലി പോകും. ചുരുക്കത്തിൽ ഭാവി നന്നാക്കാനായി മോഹനേട്ടൻ ചെയ്തതൊക്കെ ദോഷമായിട്ടാണ് വന്നത്. ഇല്ലാതിരുന്ന പ്രശ്നം മോഹനേട്ടനായിട്ടുണ്ടാക്കി എന്ന് പറയാം. ശരിയല്ലേ മോഹനേട്ടാ? ഇനിയെങ്കിലും ഈ ജ്യോത്സ്യത്തിലും സമയത്തിലും വാസ്തുവിലും ഒന്നും വിശ്വസിക്കാതെ അവനവന്റെ കർമ്മത്തിൽ വിശ്വസിക്ക്. തൊട്ടടുത്ത് നിന്ന മോഹനേട്ടന്റെ തലയിൽ വീഴാതെ ഓട് പണിക്കരുടെ തലയിൽ തന്നെ വീണത് എന്തുകൊണ്ടാ? മോഹനേട്ടനെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്, അതുകൊണ്ടല്ലേ? നീ ഈ സംഭവം വേറെ ആരും പറയണ്ട. ആളുകൾ അറിഞ്ഞ കളിയാക്കും. രാവിലെ പോയപ്പോ എന്നോട് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? വാസ്തുവിന്റെയും ജ്യോത്സ്യത്തിന്റെയും അർത്ഥം എന്താണ് എന്ന് എനിക്ക് അധികം താമസിക്കാതെ മനസ്സിലാവുമെന്ന്. ഇത്ര പെട്ടെന്ന് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് ഞാൻ കരുതിയതേയില്ല. വാസ്തുവിനെയോ ജ്യോത്സ്യനെയോ തള്ളിപ്പറയാൻ ഞങ്ങൾ ആളല്ല. വരാനിരിക്കുന്ന അപകടത്തെ പറ്റിയുള്ള രാമപ്പണിക്കരുടെ മുന്നറിയിപ്പ് ഫലിച്ചതാണെന്ന വ്യാഖ്യാനവുമാവാം. പക്ഷേ സത്യഭാമ പറഞ്ഞതുപോലെ കവടിയേക്കാൾ കയ്യിലിരിപ്പിനെ വിശ്വസിക്കുന്നതാണ് നല്ലതെന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.